സാറിന് ഇതാ ഇപ്പോൾ ഇത് നമ്മുടെ ഇന്നലെ വന്ന മാഷില്ലേ, ജേക്കബ് മാഷി, ആ മാഷിൻ്റെ ഇവിടുന്ന് എടുത്തതാണ്. കണ്ടില്ലേ, കളറിൽ വ്യത്യാസമുണ്ട്. ഇനി രണ്ട് തേനും തമ്മിൽ ഇത് കോഫീൻ്റെ ഹണിയാണ്, ഇത് നമ്മളെ നോർമലായിട്ടുള്ള വയനാട് ഏരിയയിൽ വെച്ച ഹണിയാണ്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം സാറ് കറക്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ ആ വെച്ചാൽ കണ്ട തീരെ കട്ടിയില്ല. നോക്കി. ഓക്കെ, അതിനെന്താ കറക്റ്റ് ഫ്ലേവർ എന്താ വരുന്നത്? അതിൻ്റെ മധുരമാണോ ലൈറ്റ് പുളിയാണോ എങ്ങനെയാണ്? നല്ല മധുരമാണ്. നല്ല മധുരമാണ്. ആ, ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്. രണ്ടും നല്ല കളർ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇതിനൊരു പുളി ചേർന്ന ടേസ്റ്റാണ്, പുളിയോട് കൂടിയ മധുരമാണ്. ഓക്കെ. കട്ടിയിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ? കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതാണ് നമ്മളെ കാപ്പിയുടെ തേന്. കണ്ടില്ലേ, ലൈറ്റ് കളറ്, അതിൽ കാപ്പിയുടെ ക്രീം കളറ് പൂമ്പൊടിയൊക്കെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, കാപ്പിത്തേൻ. അപ്പോൾ നമ്മൾ കാപ്പിത്തേൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫുള്ളും കാപ്പിത്തോട്ടാണ്, അടിപൊളി കാപ്പിത്തോട്ടം. അവിടെ ഇവിടെയൊക്കെ കുറച്ച് റബ്ബർ ഉണ്ട്, പക്ഷെ ഇവിടെ 600 ഏക്കറോളം കാപ്പിത്തോട്ടമുണ്ട്. നമ്മളിവിടെ കൊപ്പിടി എസ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 2-3 ഏക്കർ വീതം ഇവിടെ കാപ്പി എല്ലാ ദിവസവും പൂക്കും. അപ്പോൾ നമ്മളിവിടുത്തെ അധികൃതരോട് പെർമിഷൻ എടുത്തിട്ട് നമ്മളിവിടെ തേൻ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തേനീച്ച കോളനിയിൽ നിന്ന് നമ്മൾ കോളനി സ്ഥാപിക്കുമ്പോൾ കാപ്പിയുടെ തേനും കിട്ടും, അതുപോലെ തന്നെ ഇവിടെ പോളിനേഷനും നടക്കും. പറ്റുമല്ലോ ബൈക്കിൽ ഓരോ ട്രിപ്പ്. നിങ്ങൾ എന്താണ് ഇവിടേക്ക് ഞങ്ങൾ ഓരോന്ന്. അപ്പോൾ നമ്മൾ തേനീച്ച കോളനി സ്ഥാപിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ സ്റ്റാൻഡ് അടിച്ചു. അപ്പോൾ കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിൽ രാത്രി സമയം 8:30. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതൊന്നും വീക്കൊന്നുമില്ല. തേനീച്ചെല്ലാം പുറത്തുണ്ട്. പകല് എൻ്റെ പുറത്തേക്ക് കഴിക്കാം. എന്തൊരു ഭംഗിയാ നോക്കിയേ, ഫുള്ളും വെള്ള പൊറദീസ. ഇത് മുഴുവനും കോഫി ഫ്ലവറാട്ടോ, ഫുള്ള് കാപ്പിത്തോട്ടോ. എന്ത് ഭംഗിയാ നോക്കി. അയ്യവാ, ഫുള്ളും തേനീച്ചേൻ്റെ ഒരു ഒച്ചയാണ്. തേനീച്ചേൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തേനീച്ചേൻ്റെ ഒച്ചയും അതുപോലെ തന്നെ ഫുള്ള് നല്ല കോഫീൻ്റെ ഫ്ലവറിൻ്റെ മണവും. അടിപൊളി, ഒന്നും പറയാനില്ല. അതുകൊണ്ടാ ഫുള്ള് തേനീച്ചയാണ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അടിപൊളി. കോൽ തേനീച്ച ഉണ്ട്, ചെറുതേനീച്ച ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ കൊണ്ടുവന്ന പിസറാനുണ്ട്. ഓക്കെ, ഫുള്ള് തേനീച്ച ഉണ്ടല്ലേ. ഇതൊക്കെ ഫുള്ള് ചെറുതേനീച്ച, അതവിടെയൊക്കെ ഫുള്ളും വലിയ തേനീച്ച. എല്ലാം ഇന്ന് കല്യാണത്തിന് വന്നിരിക്കണം എല്ലാ തേനീച്ചകളും. തേനീച്ചകൾക്ക് ഇന്ന് കല്യാണം. കണ്ട, മുഴുവനും കാപ്പിയോടെ പൂത്തിയിട്ടുണ്ട്. ഇതാ അത് എപ്പിസോർസെറ്റ, ഇതാ അത് സാധാ തേനീച്ച, അതായത് എപ്പിസറാന. എന്ത് ഭംഗിയാ നോക്കി. മൈ ഗോഡ്. ഓക്കെ, ഈ ഭാഗമൊക്കെ മുഴുവനും പൂത്തിട്ടുണ്ട്. അപ്പുറ സൈഡിന് പൂക്കാനുണ്ട്. ഇന്നും നാളേക്കാലത്ത് പൂക്കും. വേണ്ട എന്താ ഫുള്ള് തേനീച്ചതാ. തേനീച്ചകൾക്കിന്ന് ബിരിയാണി. അപ്പോൾ ഇന്ന് പിന്നെ കോഫീൻ്റെ ഫ്ലവറിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമ്പൊടിയും കിട്ടും, പോളനും കിട്ടും, അതുപോലെ തന്നെ അതാണ്ട പൂമ്പൊടി ഉണ്ടോ, വെളുത്ത കളറിലെ പൂമ്പൊടി. ശ്രദ്ധിക്കുന്ന നോക്കിയോ, വെളുത്ത കളറിലെ പൂമ്പൊടി കണ്ടില്ലേ. പൂമ്പൊടിയും കിട്ടും, അതേ ടൈമിന് തന്നെ എന്തും കിട്ടും, പിന്നെ ഹണിയും കിട്ടും. നെക്ടർ, നല്ല നെക്ടർ ഉണ്ടാകും ഇതിന്, നല്ല സ്മെല്ലുള്ള നെക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ തേനീച്ച കോളനി വെച്ചിട്ടുള്ളത്. ഓക്കെ, തേനീച്ച കോളനി ഇതാ നമ്മുടെ കോളനി. വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഫുള്ളു ഇതാ പൂമ്പൊടി ശേഖരിക്കുന്നത് കണ്ടില്ലേ. ഇതാണ് കാപ്പിയുടെ പൂമ്പൊടി. അതായത് ഒരു ക്രീം കളറായിരിക്കും. നമ്മളെ മറ്റേ ഇതില്ലേ, മറ്റേ ഒരു ബ്യൂട്ടി മഞ്ഞളില്ലേ, അതിൻ്റെ പേരെന്താ, ഈ കസ്തൂരി മഞ്ഞളിൻ്റെ കളറായിരിക്കും ഇതിൻ്റെ പൂമ്പൊടിയുടെ നിറം. ഓക്കെ, ഈച്ചകൾ വളരെ ഹാപ്പിയാണ് കേട്ടോ, വളരെ ഹാപ്പിയാണ്. കണ്ട പൂമ്പൊടി, കാപ്പീൻ്റെ പൂമ്പൊടിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു പണി തുടങ്ങി. ഫുള്ള് കോഫീൻ്റെ ഫ്ലവറാണ് കണ്ടില്ലേ, നല്ല ക്രീം വൈറ്റ് കളറ്. ഓക്കെ, അടിപൊളി.
കണ്ടോ സ്റ്റോർ സെറ്റ് ഉണ്ട്, ചെറുതേനീച്ചുണ്ട്, എല്ലാം ഒരു കല്യാണത്തിന് വന്ന മാതിരിയാ. നമ്മൾ കറക്റ്റ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വരും. എന്നിട്ട് ഇതിൽ തേന് കാപ്പിയുടെ തേന് കിട്ടിയോ, കാപ്പിയുടെ തേനിൻ്റെ കിട്ടിയാൽ തന്നെ അതിൻ്റെ സ്മെല്ലെന്താ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോയും ഇവിടെ തേനീച്ചക്കോളനി സ്ഥാപിക്കുന്നത് മുതൽ തേൻ വിളവെടുക്കുന്നത് വരെയുള്ള ഒരു വീഡിയോ മൊത്തത്തിൽ ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുതരും. ഓക്കെ, എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ കുറേ നേരം ഇവിടെ വന്നിട്ടുണ്ട്. ഫുള്ള് ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കുക. ഇതാ തേനീച്ച, ഇതൊക്കെ കരിഞ്ഞൊടിയനാട്ടാ. ഓക്കെ, നമ്മൾ കൊണ്ടുവന്ന മുഴുവനും കരിഞ്ഞൊടിയനും ഉണ്ട്, മറ്റേ സാധാ ഇതുണ്ട്. വരി എല്ലാം പൂമ്പൊടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷത്തിൽ. ഇതൊക്കെ എൻ്റെ അമ്മ എന്തൊരു പൊളി. സൂര്യന് അടിപൊളി. ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഒരു 100 മീറ്റർ അപ്പുറത്താട്ടാ ബാണാസുര ഡാം. ഭയങ്കര സുഗന്ധം, അടിപൊളി. ഓക്കേ, അപ്പോൾ നമ്മൾ തേനീച്ചകൾക്ക് രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ചെറുതേനീച്ചയും കോൽ തേനീച്ചയും എപ്പിസ് ഡോർസെറ്റിയും എല്ലാം തേനീച്ചകളും രാവിലെ തന്നെ തേനെടുക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ തേനീച്ചയാണിത്, ഉണ്ടല്ലേ. ഏറ്റവും ഇവിടെ ഫുള്ളും തേനീച്ചേൻ്റെ മൂളിച്ചയാണ്, നിറയെ തേനീച്ച. ഓക്കെ, ഇവർക്ക് ഏറ്റവും കൂടുതൽ തേൻ കിട്ടുക ഈ രാവിലെ സമയം. തേനും കിട്ടും, അതേപോലെ പൂമ്പൊടിയും. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ, വെള്ള പൂന്തോട്ടം. തേനീച്ചകളൊക്കെ നല്ല ആക്റ്റീവാണ്. രാവിലെ സമയമാണ് തേനീച്ചകൾ കുറച്ചും കൂടി ആക്റ്റീവാകും. ഇതിപ്പം വൈകുന്നേരം സമയമാണ്. അപ്പം അതൊക്കെ തുറന്ന് നോക്കാം. ഇവിടെ കാപ്പി നനക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇട്ടോ. അല്ലാണ്ട് ഈ ചൂട് സമയത്തൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ കാര്യമില്ല. ഒന്ന് തുറന്ന് നോക്കട്ടെ, അതൊക്കെ വേണം തുറക്കാൻ. നല്ല മണം. കാപ്പിയൊക്കെ തന്നില്ലേ, വാടിക്കഴിഞ്ഞ്. അതൊക്കെ തുറന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ സൂപ്പറിൽ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. ഒന്നാമത്തെ സൂപ്പർ നോക്കാൻ പോകും. കത്തി കിട്ടുന്നില്ലേ, നമ്മൾ പതിച്ച് കാപ്പിത്തേൻ ഉണ്ടാകാൻ നോക്കട്ടെ. വെയിറ്റ് ഉണ്ട് കേട്ടോ. കാപ്പിത്തേനുണ്ട്, അളവ് കുറവാണ്, പക്ഷെ കാപ്പിത്തേന് വൈറ്റ് കളർ കാപ്പിത്തേന് കാണാം നിങ്ങൾക്ക്. പ്യുവർ സാധനം, പ്യുവർ വൈറ്റ് കളർ കണ്ടില്ലേ. ഓക്കെ, ഇതിലുണ്ട്. ഇനി അടുത്ത പറയുന്നുണ്ട്. വെയിറ്റ് കുറവാണ്, പക്ഷെ സാധനം ഉണ്ട്. ഇത് വന്നിച്ച് നോക്കാം. വാ, കാപ്പിത്തേൻ, പ്യുവർ കാപ്പിത്തേൻ കേട്ടോ. ഒന്ന് മണത്ത് നോക്കട്ടെ, സ്മെല്ല് കാപ്പീൻ്റെ തന്നെയാണെന്ന് നോക്കട്ടെ. നല്ല തിളക്കുള്ള കളറ്. കാപ്പീൻ്റെ ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. കണ്ടില്ലേ, നിറയെ തേനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ വന്ന് ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഇനിയില്ലേ, ഹായ്, നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് സ്ഥാപിച്ച തേനീച്ച കോളനി, കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ സ്ഥാപിച്ച തേനീച്ച കോളനിയിൽ കാപ്പിത്തേൻ വന്നിട്ടുണ്ട്. അപ്പോൾ കാപ്പിത്തേൻ നല്ല ലൈറ്റ് വൈറ്റ് കളറായിരിക്കും. ഒരു നല്ല ഒരു പ്രത്യേകതരം കളർ കേട്ടാ. കാണിച്ചു തരാം. നല്ല സ്മെല്ലും ഉണ്ട്. കാപ്പിത്തേന്. ഇതിൽ രണ്ടാമത്തെ സൂപ്പറിൽ ഒരു തുള്ളി തേനില്ല കേട്ടാ. ഒന്നാമത്തെ സൂപ്പറിൽ ഫുള്ള് തേനാണ്. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുകയാണ്. അപ്പോൾ കാപ്പിത്തേനായിട്ടുണ്ട് കേട്ടോ. ഒന്ന് മണത്ത് നോക്കട്ടെ. ലൈറ്റ് കളർ കേട്ടാ. ഞാൻ സൂര്യപ്രകാശത്തിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ലൈറ്റ് കളറ്. ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കട്ടെ. കാപ്പീൻ്റെ പൂവിൻ്റെ സ്മെല്ല്. നമ്മൾ കാപ്പിപ്പൂ മടക്കുന്നില്ല, അതേ സ്മെല്ല്. അപ്പോൾ കാപ്പിത്തേന് കാപ്പിത്തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ കാപ്പിത്തേൻ കിട്ടും. ഇതിൻ്റെ 4 അടയും ഞാൻ കാണിച്ചു തരാം. ഇത് സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അടകൾ വീർപ്പിച്ചില്ല. റബ്ബർ മേഖലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടകൾ പെട്ടെന്ന് വീർപ്പിക്കും. ഇതിൽ അടകൾ വീർപ്പിച്ചിട്ടില്ല, സീല് ചെയ്തിട്ടില്ല. എന്താ ലൈറ്റ് കളർ. ഇതൊന്ന് കുടഞ്ഞാൽ തന്നെ തേൻ മാറി. ആ ഒരു പരുവത്തിലല്ല. കണ്ടില്ലേ, അടേൻ്റെ അതേ കളറ് തേന്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അട അങ്ങനെ കിടക്കട്ടെ. ഇനി മൂന്നാമത്തെ അട എന്ന് പരിശോധിച്ച് നോക്കാം. ഇതിലൊക്കെ ചെറുങ്ങനെ തേനുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല കളറ്. ഇത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ നോമ്പായിപ്പോയി. എന്തായാലും നമ്മൾ നാളെ ഇത് എക്സ്ട്രാക്ട് ചെയ്യും. നാളെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന തേൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഇതിലും തേനുണ്ട്.
ഇനി 2 കോളനിയും കൂടെ അപ്പുറത്ത് തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്, അതും കൂടെ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കാപ്പിത്തേന് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാപ്പിത്തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ തേൻ കിട്ടും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളും കാപ്പിത്തോട്ടമാണ്. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ ബേക്കും ഒക്കെ കാപ്പിത്തോട്ടമാണ്. ഏകദേശം 10-600 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇത് സംഗതി സക്സസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കെട്ടി വെക്കണം. അതിന് മുമ്പ് നമുക്ക് അപ്പുറത്തൊരു കോളനി ഉണ്ട്. കാപ്പിത്തേന് നേരത്തെ ഒരു കോളനി തപ്പിയപ്പോൾ കാപ്പിത്തേൻ കണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത കോളനിയിൽ ചെക്ക് ചെയ്യണം അതിലെന്താ സ്ഥിതി നോക്കട്ടെ. അപ്പോൾ കാപ്പിത്തേന് നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാപ്പിയിലെ പൂവിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടല്ലോ. നമ്മൾ 2 ദിവസം മുമ്പാണ് ഇവിടെ സ്ഥാപിച്ചത്, കണ്ടില്ലേ. 3-ാമത്തെ ദിവസം കാപ്പി കണ്ടില്ലേ, ഈ പരിവായിക്കണ് കാപ്പി പൂവ്. അത് തേനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമൊന്നും കാപ്പി തേൻ കറക്റ്റ് കിട്ടില്ല, ഒറ്റ ദിവസമേ തേൻ കിട്ടുള്ളൂ. പിന്നെ ഈ കാപ്പിപ്പൂവിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമുണ്ട്. ഈ ഭാഗത്തിന് നല്ല നീളമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് റിസ്ക്കാണ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതി കാപ്പിപ്പൂവിൽ ശരിക്കും നല്ല തേനുണ്ട്, പക്ഷെ ഇവർക്ക് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും അപ്പം നമുക്ക് ഈ കോൾ നമ്മൾ തുറന്നു നോക്കാൻ പോവാണ്. ഇതിൽ നമ്മൾ 4 സൂപ്പർ വെച്ചു, അടിയിൽ 4 സൂപ്പർ വെച്ചത്. 2ാമത്തെ സൂപ്പറിൽ കണ്ടിട്ട് തേനുള്ള പോലെ ഉണ്ട്. തേന് ചെറിയ രീതിയിൽ ഇതാണ്ട കാപ്പിത്തേൻ വന്നിട്ടുണ്ട്, ചെറിയ രീതിയിൽ. മണത്ത് നോക്കട്ടെ. കാപ്പിത്തേനാണ് നമുക്ക് കണ്ടാൽ തിരി, കാരണം ഒരു പച്ച വെള്ളം മാതിരി ഉണ്ടാവും, കണ്ടില്ലേ. നമുക്ക് കട്ടിയുടെ തേനാണെങ്കിൽ പ്രത്യേകം മനസ്സിലാവും. കാപ്പിത്തേന് നല്ല ലൈറ്റ് കളറായിരിക്കും, അതുപോലെ തന്നെ കട്ടി തീരെ ഉണ്ടാവില്ല, പച്ചവെള്ളം മാതിരി ആയിക്കാരം. അപ്പോൾ നമ്മളിതാ ഇത് വെച്ചു, ഓരോ അടിയും പരിശോധിച്ച് നോക്കുകയാണ്. അപ്പോൾ 2ാമത്തെ സൂപ്പറിൽ ഇതിൽ തേന് അത്യാവശ്യം പേര് വെച്ചിട്ടുണ്ട്. നല്ല കാപ്പീൻ്റെ പൂമ്പൊടിയൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല വളർച്ച. ഇതിലും ഒരു കാപ്പിത്തേൻ ആക്കിയിട്ടുണ്ട്. ഒരു നല്ല വളർച്ച ഉള്ളതുകൊണ്ട് തന്നെ അടിയിലൊക്കെ അട പണിതിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 2 സൂപ്പറിലും തേനുണ്ട്, പക്ഷേ അളവ് കുറവാണ്. എത്ര കിട്ടുമോ നമുക്ക് എന്തായാലും നാളെ രാവിലെ വന്നിട്ട് ഈ കാപ്പിത്തേൻ നമ്മൾ എന്ത് ചെയ്യും, ഹാർവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളിത് 1ാമത്തെ സൂപ്പർ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. അപ്പോൾ വലിയ കാപ്പിത്തോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാപ്പിത്തേൻ എടുക്കാം. അതിന് തേനുണ്ട് കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കണ്ടില്ലേ, ലൈറ്റ് കളറ്. പക്ഷെ മുഴുവൻ അറയിൽ ഒരു തേൻ വെച്ചിട്ടില്ല. കാരണം വലിയ കാപ്പിത്തേൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ കറക്റ്റ് തേൻ നല്ല രീതിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ തേന് നല്ല വില കിട്ടും കേട്ടോ. നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് കാപ്പിത്തേനായിട്ട് സെപ്പറേറ്റ് കാപ്പിത്തേൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്തു. ഇതിലൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കണ്ടില്ലേ. ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കട്ടെ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇത് കറക്റ്റ് നമുക്ക് ആ ഒരു ഫ്ലേവറും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. കാപ്പീൻ്റെ പൂവിൻ്റെ മണം ശരിക്കും മണക്കണ്ടാ. അയ്യവാ, ഞാനിതൊന്ന് കറക്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു മിനിറ്റ്, ഈ അട ഒന്ന് വെക്കട്ടെ. ഇപ്പം നോമ്പ് നമുക്ക് തുറക്കാനാവുന്ന സമയമായിക്കോളും. എന്തായാലും നാളെ കറന്നിന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, വൈകുന്നേരം ഇത് ടേസ്റ്റും ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. തേനിതാ കാണിച്ചു തരാം. ഇതാ 3x കേട്ടോ. ഈച്ചനൊന്ന് ഊതട്ടെ. ഇതാണ്ടില്ലേ, കറക്റ്റ് പച്ച വെള്ളത്തിൻ്റെ കളറ്. ക്യാമറയിൽ കറക്റ്റ് മനസ്സിലാവേണ്ടതെന്നറിയില്ല. ഓക്കെ, അപ്പോൾ നല്ല തേൻ. അടിയിലൊക്കെ ഒരു അട പണിതിട്ടുണ്ട്, അതിനർത്ഥം നല്ല കാപ്പിത്തേനും അതിൻ്റെ കാപ്പിനൊപ്പം തേനും കിട്ടും, പൂമ്പൊടിയും കിട്ടും. നല്ല വളർച്ചക്കാരം. നമ്മൾ തൽക്കാലം ഇവിടെ വെക്കാണ്. നാളെ പകൽ വന്നിട്ട് നമ്മൾ കാപ്പിത്തേനെ ഹാർവെസ്റ്റ് ചെയ്യും. കുറച്ച് കോളനി കൂടെ ഉണ്ട്, അപ്പുറമൊക്കെ കോളനി ഉണ്ട്, അതിൻ്റെ അപ്പുറ സൈഡും കോളനി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പകൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാപ്പിത്തേനെ ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ വലിയ തോട്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൈറ്റിൽ തന്നെ വെക്കാണ്ട് കുറേ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ ആ പരിസരത്തുള്ള കാപ്പിത്തേനൊക്കെ വരി പെട്ടെന്ന് എടുത്തോളൂ. അപ്പോൾ ഇത് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യുക. നാളെ നമ്മൾ എന്ത് ചെയ്യുക, നാളെ രാവിലെ വന്നിട്ട് കാപ്പിത്തേൻ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് സീൽ ചെയ്യാൻ വെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, കാരണം ഈ 2 ദിവസം കിട്ടുന്ന തേനേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഈ ഒരു ഫ്ലവറിങ് കഴിഞ്ഞ്, അപ്പോൾ ഇനി ഇവിടുന്ന് കാപ്പിത്തേന് ഇനി കമ്മിയാക്കാറ്. ചിലത് പൂക്കളൊക്കെ വിരിയുന്ന സമയത്ത് കുറച്ച് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് നാളെ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, പിന്നെ മറ്റൊരു സ്ഥലം ഇവിടുത്തെ അധികൃതരോട് ചോദിച്ചിട്ട് പൂക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ പിന്നെ മറ്റൊരു സ്ഥലത്തിലേക്ക് ഈ സ്ഥലത്ത് തന്നെ കാപ്പി പൂക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന എപ്പിയറയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കോളനി സ്ഥാപിച്ചിട്ട് വീണ്ടും കാപ്പിത്തേൻ എടുക്കും. അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം പിന്നെ ഫ്ലവറിങ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അടുത്ത ലൊക്കേഷനിൽ അവർ നനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അത് വിരിയും.
അപ്പോൾ വിരിയുന്നതിൻ്റെ തലേ ദിവസം പോയി നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നാളെ തേനെടുത്തിട്ട് നാളെ രാത്രി തന്നെ കാപ്പിത്തോട്ടത്തിലെ ഫ്ലവർ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ നാളെ വെക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കാപ്പി തേൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ടേസ്റ്റും കൂടി ചെയ്തിട്ട് വേണം ഫൈനലായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാപ്പിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. എല്ലാം സെയിം എപ്പിയർ തന്നെയാണ്, അപ്പുറം ഇപ്പുറവും 2 റോഡിൻ്റെ വശങ്ങളിൽ നിന്നുള്ളൂ. പിന്നെ കണ്ടില്ലേ കാപ്പി ഏകദേശം ഇവിടെ നമ്മൾ 2 ദിവസം മുമ്പ് വെച്ചതാണ്. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഇപ്പോൾ കണ്ടില്ലേ ഇത് മൊത്തം വാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസമാണ് കറക്റ്റ് തേൻ കിട്ടുക. നമ്മൾ കോളനി 2 സൂപ്പർ ഓൾറെഡി സൂപ്പർ സെറ്റാക്കിയിട്ടാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. അത് തേൻ ഇവർക്ക് എടുക്കുക എന്നുള്ള പണി മാത്രം. നമുക്ക് തുറന്ന് നോക്കാം. വൈകുന്നേര സമയമാണ് കേട്ടോ, അത് ഈച്ച ചിലപ്പം വൈകുന്നേരമായിരിക്കും. അതൊക്കെ നമുക്ക് തുറന്ന് നോക്കാം. തേന കായാണ്. അപ്പുറത്തെ സൈറ്റിൽ തേനായിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ടല്ലോ. ഇതിൽ നമുക്ക് തേനായോ നോക്കാം. ഇതൊരു ആടുന്ന സ്റ്റാൻഡാണ്, വലിയ ഉറപ്പ് കുറവാണ്. അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കാം. അടകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാണല്ലോ ഉള്ളത്. ഇതിലിപ്പോൾ 2ാമത്തെ സൂപ്പറിൽ ചെറിയ രീതിയിൽ ഉണ്ടോ, നമ്മൾ ഇത്രയും ഇങ്ങനെ സൂപ്പറിൽ അടകൾ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതായത് നമ്മൾ മുമ്പേ തേനൊക്കെ കറക്കിയിട്ട് വെച്ച് കൊടുത്തതാണ്. ഇത് ചെറിയ രീതിയിൽ കാപ്പിത്തേന് കുറച്ച് അവിടെ ഇവിടെ 1-2 അറകളിൽ മാത്രം നിറച്ചിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ സൂപ്പറിൽ എന്തില്ല, തേൻ ആയിട്ടില്ല. കാരണം അതിനുള്ള ഗ്യാപ്പില്ലല്ലോ, ആകെ കുറച്ച് തേനേ കിട്ടുള്ളൂ. നമ്മൾ 1ാമത്തെ സൂപ്പറിൽ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. തുറന്നു നോക്കാം. ഓ, 1ാമത്തെ സൂപ്പറിൽ കണ്ടിട്ട് നിറഞ്ഞ പോലെ ഉണ്ട്. നല്ല വെളുത്ത അടകൾ നമുക്ക് പൊക്കി നോക്കാം. ആ, തേനുണ്ട് കേട്ടോ. കാപ്പിത്തേന് നല്ല ലൈറ്റ് കളറ്, വെള്ളം മാതിരി നിൽക്കുന്നത്. നോക്കട്ടെ, ഒരു 100 ഗ്രാമൊക്കെ ഉണ്ടാവും ഒരടയിലും തോന്നുന്നു. കറക്കി കഴിഞ്ഞാൽ അറിയുള്ളൂ. ഇതിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ്ടില്ലേ നല്ല കളറ്. വെറും 2 ദിവസമായിട്ടുള്ളൂ. കണ്ട. ഓക്കെ, നാളെ എന്തായാലും ഇവിടെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഇടയിലൊക്കെ കാപ്പീൻ്റെ പൂമ്പൊടി ഉണ്ട് കേട്ടോ. ലൈറ്റ് ക്രീം കളറായിരിക്കും. കാപ്പീൻ്റെ പൂമ്പൊടിയും കാണാം, അതിനോടൊപ്പം തന്നെ തേനും ഉണ്ട്. ഓക്കെ, ഇടയിലൊക്കെ ഒരട പണിയുന്നുണ്ട്. അപ്പോൾ കാപ്പീൻ്റെ പൂമ്പൊടിയും തേനും 2 ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ വിത്തുകൾ നല്ല വർക്കിംഗ് ആയിട്ടായിരുന്നു. ഇതിലും കണ്ടില്ലേ തേനുണ്ട്, പക്ഷെ വലിയ രീതിയിൽ തേനില്ല, ചെറിയ രീതിയിലാണ് തേനുള്ളൂ. കണ്ടില്ലേ മേലെ കണ്ടില്ലേ തെളിഞ്ഞ കളറ്. ഇതിപ്പോൾ വൈകുന്നേരമായി. പകൽ രാവിലെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ സ്മെല്ല് ചെയ്ത് നോക്കട്ടെ. കാപ്പിപ്പൂവിൻ്റെ അതേ മണം. ഇനി നമ്മൾ നാളെ പകൽ എന്ത് ചെയ്യും, പകൽ ഇത് ഹാർവെസ്റ്റ് ചെയ്യും. കിട്ടിയ തേൻ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത എപ്പിയറിൽ അടുത്ത കാപ്പി ഫ്ലവറിങ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവർ നനച്ചിട്ടുണ്ട്. അപ്പോൾ നനച്ച സ്ഥലത്തേക്ക് നാളെ എന്ത് ചെയ്യും, നാളെ പകലിൽ നിന്ന് തേനെടുത്തതിന് ശേഷം നാളെ രാത്രി നമ്മൾ എന്ത് ചെയ്യും, അതേ കോളനി നമ്മൾ മറ്റ് സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും സ്ഥാപിച്ച് അവിടെ നിന്നും നമ്മൾ കാപ്പിത്തേൻ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസൊക്കെ നമ്മൾ ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ മുഴുവൻ കോളനിയിൽ നിന്നും തേനെടുക്കുന്നത് കറക്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം, കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് തേനെടുക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ കറക്റ്റ് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഒരിക്കലും സീൽ തന്നെ ചെയ്യില്ല. കാരണം കുറച്ച് തേനേ ഉണ്ടാവുള്ളൂ. ഫുള്ള് തേൻ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് നമ്മൾ സീൽ ചെയ്യാനൊന്നും കാത്തിക്കുന്നില്ല. കാരണം ആകെ 2 ദിവസമേ കിട്ടുള്ളൂ. അപ്പോൾ 2 ദിവസം ഒരു സൈറ്റിലത്തെ തേനെടുക്കുക, അത് ഹാർവെസ്റ്റ് ചെയ്യുക, പിന്നെ അടുത്ത കാപ്പി പൂക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുക, അവിടെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടി. അപ്പോൾ അളവ് കുറവായിരിക്കും, റിസ്ക് കൂടും, പക്ഷെ നമുക്ക് കാപ്പിത്തേൻ നമുക്ക് എന്ത് ചെയ്യുക, എടുക്കാൻ കഴിയും. 3ാം ദിവസം വന്ന് നമ്മൾ തേന് വിളവെടുക്കുകയാണ്. നമ്മൾ സ്മോക്കർ എടുത്തിട്ടില്ല. കാരണം പിന്നെ സ്മോക്കറും കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സീൽ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ സ്മെല്ലിൽ വ്യത്യാസം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ സ്മോക്കർ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോളനി ഇപ്പോൾ തുറന്ന് ഇന്നലെ വന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ തേന് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. വന്ന തേൻ നമ്മൾ എടുക്കുകയാണല്ലോ. ഇവിടെ മൊത്തം കാപ്പീൻ്റെ കഴിഞ്ഞു. ഇവിടെ ഇനി ഫ്ലവറിങ് ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കാപ്പീൻ്റെ തേൻ എടുത്ത് നമ്മളത് ബോട്ടിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ 1ാമത്തെ സൂപ്പറാണ് ഇപ്പോൾ തേനുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, 2ാമത്തെ സൂപ്പർ അതൊക്കെ അവിടെ ഇറക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലത്തെ തേന് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എടുത്തു
കാപ്പിത്തേരിട്ടോ, നല്ല ലൈറ്റ് കളറാണ്, പൂമ്പൊടിയൊക്കെ മിക്സഡ് ആണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഊതുന്നില്ല, കുടയുന്നില്ല. കുടഞ്ഞാൽ തേൻ തെറിക്കും, ഉറപ്പാണ്. കാരണം അത്ര കട്ടിയില്ലാത്ത തേനാണ്. അത് നമ്മൾ പതുക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈച്ചനെ പതുക്കെ ഇറക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈച്ച വയലന്റ് ആകുന്നതിന് മുമ്പേ നമുക്ക് പരിപാടി എന്ത് ചെയ്യണം, തീർക്കണം. അപ്പം നമ്മൾ ഒന്നാമത്തെ അട നമ്മൾ എടുത്തു. സ്മെല്ല് ചെയ്ത് നോക്കട്ടെ. നല്ലൊരു ഒരു പ്രത്യേക മണമുണ്ട്. ഓക്കെ, ചെറിയ രീതിയിൽ തട്ടി ഇതാ കാപ്പിൻ്റെ തേൻ കണ്ട. ലൈറ്റ് കളറ്, ഒരു യെല്ലോ ഷെയ്ഡ്, ലൈറ്റ് വൈറ്റ് കളറ്. ഓക്കെ, ഇതാണ് കാപ്പീൻ്റെ പൂമ്പൊടി. ഒരു വൈറ്റ് ക്രീം കളറ് ഇതാണ്ടില്ലേ. അപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ വെക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അടുത്തേയും കൂടെ എടുത്താക്കാം. ഇതിപ്പോൾ വെയിലാണ്, അപ്പോൾ കുറച്ച് തണലത്തോട്ട് മാറ്റി വെക്കണം. നമ്മൾ ഈ തേനെടുത്തതിന് ശേഷം ഇത് 2 ബോട്ടിലാക്കും. അതായത് ഒന്ന് നമ്മളെ പഴയ നമ്മുടെ വയനാട്ടിലത്തെ സാധാ ഹണിയും പിന്നെ അതുപോലെ തന്നെ കാപ്പിത്തേനും. ഇത് 2 ഫ്ലേവറും നമ്മൾ ഒരാളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ വ്യത്യാസവും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ കാപ്പിയുടെ തേന്. കണ്ടില്ലേ, ലൈറ്റ് കളറ്. അതിൽ കാപ്പിയുടെ ക്രീം കളറ് പൂമ്പൊടിയൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, കാപ്പിത്തേൻ. അപ്പോൾ അവിടെ ചെറിയ ബ്രഷ് കൊണ്ട് അങ്ങനെ ഈച്ചനെ ഒഴിവാക്കി കൊടുക്കുകയാണ്. പിറ്റ കുത്തുന്നുണ്ട്. നമ്മൾ കയ്യേറിട്ടിട്ടില്ല. കാപ്പിത്തേന് കറക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് കാപ്പിത്തേൻ ഇരിക്കുന്നത്. കാപ്പിത്തേൻ്റെ നിറമൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ 2 സൈഡ് നമ്മളിതാ കാപ്പിത്തേൻ വെച്ചു. എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ പെട്ടെന്ന് തന്നെ ഉണ്ടല്ലേ, ജസ്റ്റ് കറക്കുമ്പോൾ തന്നെ തേൻ തെറിക്കുന്നുണ്ട്. കട്ടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞു, അത്ര കഴിഞ്ഞു. അപ്പോൾ ഇതാ ഈ ഭാഗം ജസ്റ്റ് കറക്കി കാണില്ലേ, ഫുള്ള് വന്ന്. ഇതാണ് കാപ്പീൻ്റെ പൂമ്പൊടി. കണ്ടില്ലേ, ക്രീം കളർ കാണുന്നില്ലേ, കാപ്പിയുടെ പൂമ്പൊടിയാണത്. അപ്പോൾ നമ്മൾ അടുത്തേയും കറക്കുകയാണ്. നേരെ തലയിരിച്ച് വെച്ച് കൊടുക്കുകയാണ് കാപ്പിയുടെ തേൻ. എന്താ ജസ്റ്റ് കറക്കുമ്പോൾ തന്നെ വയ്ക്കുക കേട്ടോ. ഈ ഒരു സ്പീഡ് കറക്കുന്നുണ്ട്, അപ്പോഴേക്ക് തേൻ കുറച്ച് വീഴുകയാണ്. നമ്മൾ അടുത്ത 2ാമത്തെ അറ 2 അടയും കൂടി കണ്ടില്ലേ മുഴുവൻ വന്നു. 2ാമത്തെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്കിയതിന് ശേഷം അതിൽ തന്നെ ഇട്ടിടും. എന്നിട്ട് നമ്മൾ അടുത്ത കൂടുതൽ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് 2ഉം കഴിഞ്ഞു. ഇനി അടുത്ത 2. ഇത് സീല് ചെയ്യാൻ നിന്നിക്കില്ല, കാരണം 2 ദിവസം കൊണ്ടൊന്നും ഒരു സീൽ ചെയ്യൂല. അപ്പോൾ ഒരു ദിവസം മാത്രമേ മര്യാദക്ക് കാപ്പിയുടെ തേൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഈ ചില അറകളൊക്കെ അവർ സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചില താഴത്തെ ഭാഗമൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ കൊപ്പിടി എസ്റ്റേറ്റാണ്. ഫുള്ളും കാപ്പിത്തോട്ടാണ് ഇവിടെ. അപ്പോൾ 3 ദിവസം മുമ്പ് കാപ്പി പൂത്തു. അപ്പം തന്നെ നമ്മൾ കാപ്പി പൂക്കുന്നതിൻ്റെ തലേ ദിവസം കൊണ്ട് വെച്ചു കാപ്പിത്തേന്.
ഇനി നമുക്ക് തലയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ നമുക്ക് ഇവിടെ കറക്റ്റ് 5 പെട്ടി മാത്രമേ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളൂ. ആ 5 പെട്ടി നമുക്ക് കറക്കണം. ഉണ്ട്, ഈ ഭാഗം മൊത്തം വന്നു. ഓക്കെ, ഇനി ഇപ്പുറത്തെ ഭാഗം. എന്നിട്ട് നമ്മൾ ഇതേപോലെ വെക്കുകയാണ് അതിൽ. ഓക്കെ, ഇപ്പോൾ തന്നെയല്ലേ രണ്ടിലും നമ്മൾ തേൻ ഇറക്ക് വന്നു. നമ്മൾ ഇത് അതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ അടുത്ത കോളിൽ പരിശോധിക്കുന്നത്. ഓക്കെ, കാപ്പിയുടെ പൂമ്പൊടി ഞാൻ തോണ്ടി കാണിച്ചു തരാം. നോക്കട്ടെ, കിട്ടുമോ? ഇതാണ് കാപ്പിയുടെ പൂമ്പൊടി. കണ്ടില്ലേ, ഞാൻ കയ്യിൽ വെച്ചാണ്. ഇതാണ് കാപ്പിയുടെ പൂമ്പൊടി. ക്രീം കളറായിരിക്കും. കണ്ടില്ലേ, നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ ഒക്കെ ഒരു ക്രീം കളറില്ലേ, അതേ ക്രീം കളർ. സ്മെല്ല് ചെയ്തോ കണ്ടു. കോഫി ഫ്ലവറിൻ്റെ സ്മെല്ല്. ഓക്കെ, അപ്പോൾ നമ്മളിത് അതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അട വരെ കെട്ടുന്നുണ്ട്. അതങ്ങനെ കെട്ടിക്കോട്ടെ. നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ സെല്ലൊക്കെ നോക്കുന്നുള്ളൂ. നമ്മൾ സെല്ലൊന്നും നോക്കുന്നില്ല. ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേസ്റ്റി ഫ്ലേവർ നോക്കാം. ഇപ്പോഴും ആ കാപ്പീൻ്റെ പൂമ്പൊടിയൊക്കെ ഈച്ചകൾ ഇടയിൽ കൂടെ വരുന്നുണ്ട്. അല്ല, ക്രീം കളർ. ഇങ്ങനെ തൊട്ട് കൊടുത്ത ഈച്ചകൾ പതുക്കെ ഇറങ്ങി. അതൊക്കെ ഫുള്ള് കാപ്പിയുടെ പൂമ്പൊടിയാണ്. കാണാം, ഫുള്ള് കാപ്പിയുടെ പൂമ്പൊടി. ചെറിയൊരു വൈബ്രേഷൻ. ഇപ്പം നമ്മളെ കൊപ്പിടി എസ്റ്റേറ്റ്, ഈ എസ്റ്റേറ്റത്തെ സൂപ്രണ്ട് ഇപ്പോൾ വരുന്നുണ്ട് നമ്മുടെ തേന് വിളവെടുക്കുന്ന കാണാൻ. അപ്പം നമുക്ക് ആ സാറിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ ആ സാറിനെ വെയിറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, അയ്യവ റാണി ഇതാ റാണി. കാണിച്ചു തരാം റാണീനെ. റാണി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ കുടയുന്ന സമയത്ത് ഇതാ റാണി. നല്ല വലുപ്പമുള്ള പുതിയ റാണിയാണത്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ തേൻ കുടയുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. ഇതാ റാണി, കണ്ടോ? ഇതാണ് റാണി. അപ്പോൾ ഇത് പതുക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അവരെന്നെ റാണി ഇറങ്ങിക്കോളും. ഇറങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. സാറേ, സോർ, വരി. നമ്മൾ റാണി ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഈച്ചകളൊക്കെ സാവധാനം ഇറങ്ങിക്കോളും. ഷാജി സാറ് പണ്ട് ചെയ്തിരുന്നു അല്ലേ? ഇപ്പൊ ചെറുതേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചെറുതേ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഇന്ന് വിളവെടുത്തേക്കില്ലെങ്കിൽ പിന്നെ ഒരു ബാക്കി ഹണിയും കൂടെ എന്ത് ചെയ്യും ഇതിൽ? അല്ല, ബാക്കി മറ്റേ റബ്ബറിൻ്റെ ഹണിയിലേക്ക് ചേർക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പീൻ്റെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3-ാമത്തെ ദിവസം നമുക്ക് നമ്മൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര അങ്ങനെ അറ്റാക്കൊന്നും ചെയ്യില്ല. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്മെല്ല്, കാരണം അത് സീൽ ചെയ്തിട്ടില്ലല്ലോ.
എക്സ്ട്രാ സെല്ല് സൈഡിൽ കൂടെ ഒക്കെ പിടിക്കും. അത് നമ്മൾ കട്ട് ചെയ്ത് ശരിയായി കൊടുക്കും. ഈ കാപ്പിയിൽ പൂമ്പൊടിയും കിട്ടും, അതേപോലെ തേനും കിട്ടും. 2 ദിവസമാണെങ്കിലും കറക്റ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ ലോക്കലായിട്ടുള്ളതൊക്കെ നിങ്ങൾ എടുത്ത് വെക്കാറുണ്ടോ? അതോ നിങ്ങൾ പുറത്ത് നിങ്ങൾ തന്നെ ചെയ്യുന്നത് മാത്രമാണ്? നമ്മൾ ചെയ്യുന്ന മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ല, ഇവിടെ നമുക്ക് തോട്ടത്തിൽ കൂടി ഇരിപ്പുണ്ട് ഈച്ചകൾ. അത് നിങ്ങൾ കളക്ട് അതിനെ പിടിക്കാറുണ്ടോ? പിടിക്കും. മരം തേനീച്ച, സാധാ തേനീച്ചനൊക്കെ പൈപ്പല്ല ഇതിൻ്റെ ഇത് പൈപ്പല്ല, ഇത് വൈറ്റ്. ഇതിൻ്റെ കരിഞ്ഞൊടിയാണ് ഉണ്ടാവും അല്ലേ? നമുക്ക് സെറ്റാക്കാം. നിലവിലുണ്ടോ അവിടെ എടുക്കാനുള്ളത്? ഉണ്ട് അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഷായ് സാറേ, ഇപ്പോൾ കാപ്പിത്തോട്ടത്തിൽ നമ്മൾ ഈ തേനീച്ചക്കോളിന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഈ തോട്ടത്തിന് ഉണ്ടാവുക? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് സൈറ്റൊക്കെ ഉണ്ടാവും കാപ്പിത്തോട്ടത്തിലെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുമോ എന്തൊക്കെ ഉപകാരമാണ്? തീർച്ചയായിട്ടും പറയാം. നമുക്ക് മെയിനായിട്ട് പോളിനേഷനാണ് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കുന്നത്. അതായത് എല്ലാ തേനീച്ച ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ 3-4 വർഷം കൊണ്ട് അവസാനിക്കുന്ന എൻ്റെ ഒരു അറിവിൽ മനസ്സിലാക്കിയത്. അപ്പോൾ പോളിനേഷൻ നടക്കുന്നതനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ആദായം കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനേക്കാൾ അധികം നമുക്ക് കൂടുതൽ കൃഷിയിൽ നിന്നുള്ള വിളവുകൾ ലഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതെ. അപ്പോൾ ഇത് നമ്മുടെ പ്യൂർ കാപ്പിത്തേനാണ്. ഇത് കുടയുമ്പോൾ തന്നെ കണ്ടില്ലേ തേൻ തെറിക്കുന്ന തീരെ കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്ക്, കറക്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്ക്. നമ്മളെ കാപ്പിൻ്റെ പിന്നെ ഫ്ലവറിൻ്റെ ഒരു ചെറിയ ലൈറ്റ് നല്ല സ്മെൽ. അപ്പം സാറിനെ കൊണ്ട് നമ്മൾ ഉദ്ഘാടനം കഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാർ ഇത് കറക്കും, എന്നിട്ട് നമ്മൾ സാറിനെ കൊണ്ട് നമ്മൾ ടേസ്റ്റ് കിട്ടുകയാണ്. ഓക്കെ സാറേ, ഒന്ന് കറിക്കുക. ഒരു വെച്ചിട്ട് കറിക്കുക. അപ്പോൾ നമ്മൾ 2025 നമ്മളെ കാപ്പി പൂത്ത സമയത്ത് നമ്മൾ കൊപ്പിടി എസ്റ്റേറ്റിൽ നമ്മളെ സൂപ്രണ്ട് സാറ് ഷാജി സാറിനെ കൂടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. കുറച്ചും കൂടി സ്പീഡായിട്ട്, കുറച്ചും കൂടി സ്പീഡായിക്കോ. എടുക്കണ്ടേ തെറിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്ലോയിൽ ചെയ്താലല്ല, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകില്ല. ഇത് പിന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഷാജി സാറ് പണ്ട് പെട്ടിയൊക്കെ വെച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, ഒരു കർഷകരായിരുന്നു. ഇപ്പൊ തിരക്കിലായോണ്ടേക്കും അല്ലേ? അപ്പം ഒരു വർഷം നമ്മൾ കറക്കി, ഇനി അടുത്ത വർഷവും അല്ല അടുത്ത എന്നിട്ട് നമ്മൾ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ 2 ഹണിയും നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇതിൽ മുഴുവനും തേന് വന്നിട്ടുണ്ട്. ഇതാണ് കാപ്പീൻ്റെ പൂമ്പൊടി, കണ്ടില്ലേ? ലൈറ്റ് ക്രീം കളറേക്ക്. അപ്പോൾ നമ്മൾ ഇത് ബോട്ടിലാക്കിയിട്ട് സാറിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറും നമ്മൾ കമ്പയർ ചെയ്യാൻ ടേസ്റ്റ് ഒന്ന് പിടിക്കാം. ഇനി സാറിന് ഇതാ, ഇപ്പോൾ ഇത് നമ്മുടെ ഇന്നലെ വന്ന മാഷില്ലേ, ജേക്കബ് മാഷി, ആ മാഷിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. കണ്ടില്ലേ? ഇത് കളറിൽ വ്യത്യാസമുണ്ട്. ഇനി രണ്ട് തേനും തമ്മിൽ, ഇത് കോഫീൻ്റെ ഹണിയാണ്, ഇത് നമ്മളെ നോർമലായിട്ടുള്ള വയനാട് ഏരിയയിൽ വെച്ച ഹണിയാണ്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം സാറ് കറക്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ ആ വെച്ചേ. കണ്ട തീരെ കട്ടിയില്ല നോക്കി. ഓക്കെ, അതിനെന്താ കറക്റ്റ് ഫ്ലേവർ എന്താ വരുന്നത്? അതിൻ്റെ മധുരമാണോ ലൈറ്റ് പുളിയാണോ എങ്ങനെയാണ്? നല്ല മധുരമാണ്. നല്ല മധുരമാണ്. ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്. സാറത് കഴിച്ചിട്ട് ഇനി അടുത്ത് ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് കറക്റ്റ് മധുരമെന്നാണ് സാറ് പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് എടുത്ത ഹണി, അതായത് നമ്മളെ മാഷിൻ്റെ വീട് തൊട്ടിപ്പുറം തന്നെ 200 മീറ്റർ മാറിയിട്ട് എടുത്ത ഹണി നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്. രണ്ടും നല്ല കളർ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇതിനൊരു പുളി ചേർന്ന ടേസ്റ്റാണ്, പുളിയോട് കൂടിയ മധുരമാണ്. കട്ടിയിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ? കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ കാപ്പിത്തേന് എപ്പോഴും ലൈറ്റ് കട്ടിയേക്കാരം, കാരണം ഇവർക്ക് അധികം പ്രോസസ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ നമ്മളിത് സാറിന് എന്ത് ചെയ്യാണ്, ഇത് ഇപ്പം തൽക്കാലം കൊടുത്തിട്ട് സാറിന് ഒരു കുപ്പിയിൽ വേറെ വരും കേട്ടോ, കുറച്ചും കൂടി ക്വാളിറ്റിയിൽ വിളവെടുക്കാറുണ്ട്. പിന്നെ ഇപ്പം ഫ്ലവർ ചെയ്യാൻ സ്റ്റാർട്ടാകുന്ന ഏതെങ്കിലും സൈറ്റ് ഉണ്ടോ? അതായത് നനച്ചതിന് ശേഷമുള്ള ഇതിൻ്റെ അപ്പുറത്തേക്ക് അല്ലേ? റബ്ബറുണ്ട്. അപ്പോൾ സാറേ സന്തോഷം. അപ്പോൾ ഇത് നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ ഒരു ബോട്ടിൽ കേട്ടോ, ഇത് രണ്ടും സാധനം. ഓക്കെ, അപ്പോൾ താങ്ക് യു.
ഈ പുതിയ വർഷം മാർക്കറ്റിൽ കോഫി ഹണി നമുക്ക് അവൈലബിൾ ആക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പരമാവധി എഫേർട്ട് എടുത്ത് ഞങ്ങൾ കോഫി ഹണി കളക്ട് ചെയ്യും. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി നമുക്ക് തരാനുണ്ടാകും. ആവശ്യക്കാർക്ക് താഴെ കൊടുത്ത നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പിൽ മാത്രം. വളരെ ടേസ്റ്റുള്ളൊരു തേനാണ് കോഫി ഹണി. പ്രത്യേക ഫ്ലേവറാണ്, നല്ല മണവും നല്ല രുചിയും, നല്ല ലൈറ്റ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കാരണം കട്ടി ഉണ്ടാവില്ല, വളരെ സ്മൂത്തായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയും. നല്ലൊരു ഫ്ലേവറാണ് അതിൻ്റെ കേട്ടോ. അത് നമ്മൾ ഒരു വട്ടെങ്കിലും കോഫി ഹണി നമ്മളൊന്ന് കഴിച്ചു നോക്കണം. അപാരമായ ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം. ബീ കീപ്പിങ്ങിൻ്റെ അനന്തമായ സാധ്യതകളൊക്കെ തുറന്ന് കാണിക്കുന്ന ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോസിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും പുതിയ ബീ കീപ്പിംഗ് ടെക്നോളജികളും ടിപ്സും ഇൻഫോർമേഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.